ഹായ് ഫ്രണ്ട്സ്, ചോട്ടാ മുംബൈ ന്യൂ റിലീസായ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് സിനിമ കാണാനായിട്ട്. ലാലേട്ടൻ്റെ കട്ട ഫാനാണ് നമ്മളെല്ലാവരും, എൻ്റെ ചെറുക്കുട്ട ഉൾപ്പെടെ. പിന്നെ മോളും മോനും ഞാനും ചെറുക്കുട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ 9:45 കേട്ടോ ഷോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ തന്നെ വിട്ടിരിക്കുകയാണ് ഓട്ടോയിൽ. ചെറുക്കുട്ടൻ എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ് സുഖമായിട്ട്. നമ്മളവിടെ എത്തിയതിന് ശേഷം മക്കൾ സ്നാക്സൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ആ സമയം ഞാൻ ചെറുക്കുട്ടിനെ എടുത്തപ്പോൾ ചെറുക്കുട്ടിന് അങ്ങനെ ഉറക്കം വരുമ്പോഴാണ് ഈ കാണിക്കുന്നത്. അപ്പം ഉറക്കം നല്ല രീതിയിൽ വന്ന് തുടങ്ങി. അപ്പോൾ സിനിമയ്ക്ക് കാണാൻ ഇരിക്കുമോ എന്നൊക്കെ ഡൗട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സിനിമ തുടങ്ങിയിട്ടുണ്ട്. മുന്നേ ഞാൻ സിനിമ തിയേറ്ററിൽ പോയിട്ടല്ല കേട്ടോ, വീട്ടിൽ ഇരുന്ന് കണ്ട. പക്ഷെ അതിൻ്റെ ചെറിയ ഓർമ്മകൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം മക്കളോടൊപ്പം അന്നൊന്നും മക്കളോടെ അല്ല, വീട്ടിലിരുന്ന് മക്കളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടത്. ഇപ്പം അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കിടമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ലാലേട്ടനെയും ജയതിയേട്ടനെയൊക്കെ കാണാനായിട്ടാണ് മെയിനായിട്ട് പോയത്. അങ്ങനെ എൻ്റെ ചെറുക്കുട്ടനാണെങ്കിൽ ഫസ്റ്റ് കുറേ നേരം ഇരുന്ന് കണ്ടു. പിന്നെ കുറച്ച് നേരം അങ്ങ് ഉറങ്ങി. ആ മ്യൂസിക്കും പാട്ടും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും സോങ്ങൊക്കെ തുടങ്ങിയപ്പോൾ ഫ്രണ്ടിൽ പോയി നല്ല ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടൻ ഉറക്കമൊക്കെ എണീറ്റ് കേട്ടോ. പിന്നെ സിനിമയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. ചെക്കുട്ടി സിനിമ ഇഷ്ടമായോ? എൻ്റെ ചെറുക്കുട്ടന് സിനിമ ഇഷ്ടമായോ? അമ്മമ്മനെ കാണാൻ സമ്മതിച്ചോ? സിനിമയൊക്കെ കണ്ട് നമ്മൾ ഉടൻ തന്നെ വീട്ടിലോട്ടെത്തി. അങ്ങനെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പം വീട്ടിലെത്തി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ജസ്റ്റ് എന്തോന്ന് ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നു. ഉണക്കമീൻ ചമ്മന്തി, അല്ലാതെ വാള ഉണ്ടല്ലോ, വാളക്കരുവാട്, അതിൻ്റെ ഫ്രൈ ഉണ്ടാക്കി. അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ചെറുക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ തൊട്ടിലിട്ട് ആട്ടി ഉറക്കാൻ പോവാണേ. അത് കഴിഞ്ഞിട്ട് അമ്മമ്മയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ ചെറുക്കുട്ടിനെ തൊട്ടിലേറ്റൊക്കെ ആട്ടി ഉറക്കിയതിന് ശേഷം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ കുറച്ച് ദിവസമായിട്ട് പോകണമെന്ന് കരുതിയിരുന്നതേ. തൊട്ടടുത്തായിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ പോയ ഒരു വിശേഷവും കൂടി കാണാവേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഗേസ്. ഹോട്ടലിൽ എവിടെയാണെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അടിപൊളി ബീഫും പൊറോട്ടയൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണേ. ഉച്ചയ്ക്ക് ഊണ് ഒക്കെ ഉണ്ട്. എപ്പോഴും തിരക്കാണ് കേട്ടോ. നല്ല വാഴയിലയിലാണ് അവിടെ എല്ലാം ഊണായിരുന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, രാത്രി ഡിന്നറുണ്ട്, എല്ലാം നമ്മളെ വാഴയിലയിലാണ് കേട്ടോ വിളമ്പുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പൊറോട്ടയും ബീഫും മേടിച്ചു. അത് കഴിഞ്ഞ് കട്ടൻ മേടിച്ചു. ഇത്രയും അടുത്തിരുന്നിട്ട് നമ്മൾ ഇതുവരെ പോവാത്തതിലാണ് നമുക്ക് വിഷമമായിപ്പോയി. അമ്മാതിരി അടാറ് ടേസ്റ്റായിരുന്നു കേട്ടോ അവിടുത്തെ ബീഫും പൊറോട്ടയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ, കാന്താരി ചിക്കൻ, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. ചെറിയ ഉള്ളിയൊക്കെ മുഴുവനെ ഇട്ടിട്ട് അത് ഒരു വെറൈറ്റി, നല്ല അടിപൊളിയായിരുന്നേ. അപ്പം ഇത് മിക്കവർക്കും അറിയാം കേട്ടോ. ഒത്തിരി ഫേമസ് ആയ കടയാണ്. അമ്മാതിരി തിരക്കുമാണ് അവിടെ എപ്പോഴും. നമ്മളെപ്പോഴും അതിൻ്റെ നട വഴിയാണ് പോവുക. എപ്പോഴും കയറണമെന്ന് വെച്ച്. പക്ഷെ അതിപ്പോഴാണ് സാധിച്ചത് കേട്ടോ. എപ്പോഴും നല്ല തിരക്കാണ്. അപ്പം ഇതുവരെ പോവാത്തവരുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പോട്ട് അറിയണ്ടേ, കരമന തളിയിലുള്ള സംതൃപ്തി ഹോട്ടലാണ് കേട്ടോ. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഫുഡാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.